ഇസ്രായേലുമായി സഹകരിക്കുന്നു എന്നാരോപിച്ച് ടാറ്റ കമ്പനിയുടെ ഭാഗമായ സുഡിയോയുടെ കോഴിക്കോട്ടെ ഔട്ട്ലെറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SIO പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സുഡിയോയിൽ നിന്നും വസ്ത്രം വാങ്ങരുത് എന്നാണ് ISOയുടെ ആഹ്വാനം. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിലെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിലും ഈ വിഷയം ചർച്ചയായിരുന്നു. ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം വിജയിയും സംവിധായകനുമായ അഖിൽ മാരാർ. സമാധാനത്തോടെ കഴിയുന്ന ഒരു ജനതയ്ക്കിടയിൽ എങ്ങനെ വിഷം കുത്തിവെക്കാം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ടയെന്ന് അഖിൽ മാരാർ കുറ്റപ്പെടുത്തി. അഖിൽ മാരാരുടെ കുറിപ്പ് ഇങ്ങനെയാണ്: ടാറ്റയുടെ കയ്യിൽ ചോരക്കറയാണ്. നിഷ്കളങ്കനല്ല ടാറ്റ. മീഡിയ മുക്കാലന്റെ കണ്ടെത്തലുകളാണ്. മീഡിയ മുക്കാലൻ ഇല്ലാതാക്കാൻ നോക്കുന്നത് ടാറ്റയല്ല, മറിച്ച് മുസ്ലിം സമൂഹത്തെയാണ്, അവരുടെ വ്യവസായികളെയാണ്. ഈ ബഹിഷ്കരണം ടാറ്റയെ ഇന്ത്യയിൽ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇസ്രായേൽ ഇതിന് വലിയ കരാറുകൾ ടാറ്റയ്ക്ക് നൽകും. ഇന്ത്യ എന്ന രാജ്യത്തെയോ ഇവിടുത്തെ ജനങ്ങളെയോ നേരിട്ട് ബാധിക്കാത്ത ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ പലസ്തീന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്റ്റുഡിയോ റൂമിൽ ഇരുന്ന് കേരളത്തിൽ സമാധാനമായി ജീവിക്കുന്ന ജനങ്ങളെ തമ്മിലടിപ്പിക്കുക അല്ല വേണ്ടത്. ഗാസയിൽ പോയി അവർക്ക് വേണ്ടി പോരാടി വീരമൃത്യു വഹിച്ചാൽ നന്ദിയോടെ കേരള ജനത അത് സ്മരിക്കും. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ സത്യത്തിൽ ഇവന്മാർ ആണ്. സമാധാനത്തോടെ കഴിയുന്ന ഒരു ജനതയ്ക്കിടയിൽ എങ്ങനെ വിഷം കുത്തിവെക്കാം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട. ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് BJPയും ചെയ്യുന്നത്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നാണ് പറയേണ്ടത്. പോസ്റ്റിനെതിരെ BJP അനുകൂലികൾ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നതോടെ അഖിൽ മാരാർ അവർക്കുള്ള മറുപടി കമന്റ് ബോക്സിലൂടെ തന്നെ കുറിച്ചിട്ടുണ്ട്. BJP ഉയർത്തിപ്പിടിക്കുന്നത് ഹൈന്ദവ ദേശീയ ബോധമാണ്. അതിലൂടെ ഹിന്ദുവിന്റെ ഏകീകരണവുമാണ് അവർ ലക്ഷ്യമാക്കുന്നത്. അത് എളുപ്പത്തിൽ നടപ്പാക്കിയത് പോപ്പുലർ ഫ്രണ്ടും മീഡിയ വണ്ണും പോലെ ഉള്ളവരുടെ പ്രവർത്തന മികവ് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്ര വർഗീയത വിളമ്പുന്ന ദേശദ്രോഹം പറയുന്ന ഒരു ചാനലിനെ എന്തുകൊണ്ട് പൂട്ടാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ല? എനിക്കെതിരെ ഇവന്മാരെല്ലാം ഒരിക്കൽ അടുപ്പുകൂട്ടി ചർച്ച ചെയ്തിരുന്നുവല്ലോ, ഞാൻ RSSന്റെ ചാരനാണ് എന്ന രീതിയിൽ. പിന്നീട് ജനൻ TV പറഞ്ഞു ഞാൻ പാകിസ്ഥാന്റെ ചാരനാണെന്ന്. ഒരേ സമയം രണ്ട് വർഗീയ ചാനലുകൾക്കെതിരെ എന്നെ നിങ്ങൾ ചിലർ ഇപ്പോൾ മതേതര വൃത്തികെട്ടവൻ എന്നും വിളിക്കുന്നുണ്ട്. സംഖ്യ ആയതിന്റെ പേരിൽ പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാജ്യദ്രോഹി ആയതിന്റെ പേരിലും നഷ്ടങ്ങളുണ്ടായി. നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നത് ഒന്നുണ്ട്: ആത്മാഭിമാനം. അതേസമയം കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിമുകൾ ഈ പെരുന്നാളിന് വസ്ത്രമെടുക്കാൻ പോകുമ്പോൾ ടാറ്റയുടെ സുഡിയോ എന്ന വസ്ത്ര വ്യാപാരശാല ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണമായി അവർ പറയുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങളടക്കം കൊല്ലുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകൾ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SIO കഴിഞ്ഞ ദിവസം കോഴിക്കോട് ടാറ്റയുടെ സ്റ്റുഡിയോയിലേക്ക് മാർച്ച് നടത്തുകയും കമ്പനിയെ ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്ത വാർത്തയാണ് മുമ്പോട്ട് വെക്കുന്നത്. പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് പുതുവസ്ത്രം എടുക്കുമ്പോൾ സാറ, ടാറ്റ സ്റ്റുഡിയോ തുടങ്ങിയവയുടെ ബ്രാൻഡുകൾ ഒഴിവാക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഇവർക്ക് പുറമെ അഡിഡാസ്, H&M, ടോമി ഹിൽഫിഗർ തുടങ്ങിയ 100ഓളം ബ്രാൻഡുകളെ ഒഴിവാക്കാൻ സംഘടന ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലുമായി സൈനിക സാങ്കേതിക സഹകരണം നടത്തുമെന്ന് ആരോപിച്ചാണ് കോഴിക്കോട് സ്റ്റുഡിയോ ഔട്ട്ലെറ്റിലേക്ക് പലസ്തീൻ പതാകയുമായി SIO മാർച്ച് നടത്തിയത്. പക്ഷേ ഇതോടെ ഉർവശി ശാപം ഉപഹാരം എന്ന അവസ്ഥയാണ് ടാറ്റയ്ക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇത്തവണ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ തുണിയെടുക്കുമെന്ന് പറഞ്ഞ് പലരും പോസ്റ്റ് ഇട്ടു. സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ടാറ്റ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട്. ടാറ്റയുടെ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉപ്പ് മുതൽ വിമാനം വരെ നീളുന്ന ഉൽപ്പന്നവുമായി ഇന്ത്യ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറിയിരിക്കുകയാണ് ടാറ്റ. ടാറ്റയുടെ TCS കമ്പനി ആണ് പാസ്പോർട്ട് പ്രോസസ്സിംഗ് ചെയ്യുന്നത്. ടാറ്റയുടേതാണ് എയർ ഇന്ത്യയും. എയർ ഇന്ത്യയിലാണല്ലോ ഹജ്ജിന് പോകുന്നത്. പാസ്പോർട്ട് ഇല്ലാതെ പോകാനുമാകില്ല. ഇതൊക്കെ ബഹിഷ്കരിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഇതിനിടയ്ക്ക് ഉയരുന്നുണ്ട്. ബഹിഷ്കരിക്കാൻ കഴിയാത്ത ഒന്നാണ് ടാറ്റ സ്റ്റീല്. അതുപോലെ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സും ടാറ്റ സ്കൈയുമെല്ലാം. ടൈറ്റാൻ വാച്ചുകൾ, തനിഷ്കയുടെ സ്വർണവും ഡയമണ്ടും തൊട്ട് ടാറ്റ അസറ്റ് മാനേജ്മെന്റ് വരെയുള്ള 100 കണക്കിന് അനുബന്ധ കമ്പനികളുണ്ട്. ടാറ്റ ഇന്ത്യൻ വസ്ത്ര വിപണിയിലെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വേണ്ടി നിർമ്മിച്ച ഏറ്റവും വലിയ സ്ഥാപനമാണ് സ്റ്റുഡിയോ. കുറഞ്ഞ വിലയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അവിടെ ലഭിക്കുക. രാജ്യം മുഴുവൻ സർവേ നടത്തി ചെറുപ്പക്കാരുടെ ട്രെൻഡ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉയർന്ന നിലവാരത്തിൽ ഡിസൈൻ ചെയ്തതാണ് അവരുടെ എല്ലാ പ്രൊജക്റ്റുകളും.
മിതമായ നിരക്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം നൽകുക, അതും ഒരു പരസ്യം പോലും നൽകാതെ. മറ്റു കടക്കാർ ചെയ്യുന്ന പോലെ പ്രത്യേക ഉത്സവ കിഴിവുകളോ ഓൺലൈൻ ഓഫറുകളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. എപ്പോഴും ഒരേ നിരക്കിലുള്ള വ്യാപാരം, അതും നേരിട്ട് കടയിൽ തന്നെ ചെന്ന് വാങ്ങണം. ഷോപ്പിംഗ് സംസ്കാരം ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ ജനത അത്ഭുതകരമാം വണ്ണം സുഡിയോയെ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സുഡിയോ ഉയർന്നു വരികയാണ്. സീസൺ വ്യത്യാസമില്ലാതെ എപ്പോഴും തിരക്കാണ് അവിടെ. ഇതിന് പിന്നാലെ തന്നെയാണ് ആയിരക്കണക്കിന് പേർക്ക് തൊഴിലും സുഡിയോ നൽകിയിരിക്കുന്നത്. എവിടെയോ നടക്കുന്ന പ്രശ്നത്തിന്റെ പേരിൽ ഇതെല്ലാം ബഹിഷ്കരിക്കണമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മാത്രമല്ല, കിട്ടുന്ന ലാഭത്തിന്റെ 50%-ലധികവും ഇന്നാട്ടിലെ പൗരന്മാരുടെ ക്ഷേമത്തിനായി നീക്കിവെക്കുന്ന പ്രസ്ഥാനമാണ് അവരുടേത്. കൈക്കൂലിയോ അവിഹിത രാഷ്ട്രീയ ഇടപെടലുകളും വഴി ഒരിക്കലും ബിസിനസ് വളർത്താൻ ഉപയോഗിക്കില്ല എന്നതാണ് അവരുടെ അടിസ്ഥാന കമ്പനി പോളിസിയായി കൊണ്ടു നടക്കുന്നത്. നിരവധി കരാറുകൾ ടാറ്റ അതുമൂലം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പു മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ ബിസിനസ്സുകളും ഉണ്ടെങ്കിലും മദ്യം, സിനിമ, പുകയില എന്നിവയിൽ നിക്ഷേപിക്കില്ല എന്നതാണ് അവരുടെ മറ്റൊരു പോളിസി. ടാറ്റയുടെ ബിവറേജിൽ തേയില മാത്രമാണുള്ളത്. ടാറ്റ ഗ്ലോബൽ ബിവറേജ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തേയില കമ്പനിയാണ്. ടാറ്റ കെമിക്കൽസ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സോഡ ആഷ് നിർമ്മാണ കമ്പനിയുമാണ്. ഒരു സാധാരണക്കാരന് ടാറ്റയുടെ ബസ്സും കാറും മാത്രമേ അറിയുകയുള്ളൂ. ടാറ്റയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കൂടുതലൊന്നും തന്നെ അറിയില്ല. ഒരിക്കൽ ബ്രിട്ടീഷ് കമ്പനിയായിരുന്ന റേഞ്ച് റോവറിന്റെയും ജാഗ്വറിന്റെയും ഇന്നത്തെ ഉടമസ്ഥയായ ടാറ്റ മോട്ടോഴ്സ് എന്ന ടാറ്റ കമ്പനി ടാറ്റ സൺസിന്റെ ലോകം മൊത്തം പരന്നു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ വളർച്ച ചെറിയ ഒരു ഭാഗം മാത്രമാണ്. ടാറ്റ മോട്ടോഴ്സ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ വാഹന നിർമ്മാണങ്ങളിൽ ആദ്യ 10-ൽ ഉൾപ്പെടുന്ന കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള 100ഓളം കമ്പനികളിൽ TCS എന്ന ഒറ്റ IT കമ്പനി മാത്രം എടുത്ത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായി മീഡിയകൾ കൊട്ടിയാഘോഷിക്കാറുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് അത്രയും ആസ്തി വരും ഇതിന്. ടാറ്റയുടെ വരുമാനത്തിന്റെ 90% വരുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നാണ്. കേരളത്തിലെ ഇടത് തീവ്രവാദികൾ പ്രചരിക്കുന്നത് പോലെ സാധാരണക്കാരെ പിഴിഞ്ഞല്ല ടാറ്റ ലാഭം ഉണ്ടാക്കുന്നത്. TCSന്റെ ഏറ്റവും വലിയ ക്ലയന്റ് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, അതുപോലെ ഫേസ്ബുക്ക് പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾ ആണ്. ലോകത്തെ മുഴുവൻ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 24% അധികവും കടന്നു പോകുന്നത് ടാറ്റയുടെ കേബിൾ ശൃംഖലയിലൂടെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡേ കെയർ, പ്രസവാവധി, പ്രൊവിഡന്റ് ഫണ്ട് എന്നിവ ജോലിക്കാർക്കായി നടപ്പാക്കി. പിന്നീടാണ് ഗവൺമെന്റ് പോലും നടപ്പാക്കിയത് ഇത്തരം നടപടികൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ടാറ്റ ഇൻഡസ്ട്രി ഓഫ് സോഷ്യൽ സയൻസ് തുടങ്ങിയ അനവധി രാജ്യാന്തര നിലവാരമുള്ള പഠന കേന്ദ്രങ്ങൾ, നിരവധി ആശുപത്രികൾ, റിസർച്ച് സെന്ററുകൾ, സ്പോർട്സ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ രാജ്യത്തിന് ഇവർ നൽകിയിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മുംബൈ താജ് ഹോട്ടൽ 600 ബെഡുള്ള ആശുപത്രിയും ഇവർ നൽകിയിട്ടുണ്ട്. 1912-ൽ ആദ്യമായി 8 മണിക്കൂർ ജോലി നടപ്പാക്കി ഇന്ത്യക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്ക് വരെ മാതൃകയായതാണ് ടാറ്റ.